ബിജെപിയുടെ കേരള വിരുദ്ധ മനസ്സ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കോൺഗ്രസിനും കൈവന്നിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവല്ല നിയോജകമണ്ഡലത്തിലെ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പത്തനംതിട്ട ജില്ലയിലെ നവകേരള സദസ്സിന്റെ ആദ്യ വേദിയായ തിരുവല്ലയിലും വൻ ജനാവലിയാണ് എത്തിയത്. നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിലെ പര്യടനങ്ങൾ പൂർത്തിയാക്കിയാണ് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിച്ചത്. തിരുവല്ല നിയോജക മണ്ഡലത്തിലായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ആദ്യ സദസ്സ്. തിരുവല്ലയിലും പതിനായിരങ്ങളാണ് നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തിയത്. ബിജെപിയുടെ കേരള വിരുദ്ധ നീക്കത്തെ പ്രതിരോധിക്കാത്ത പ്രതിപക്ഷത്തിനും കേരള വിരുദ്ധ മനസ്സ് കൈവന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തോട് തുടർച്ചയായി കേന്ദ്രം കാണിച്ച അവഗണന ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരുടെ ശബ്ദമുയർന്നോ? ഒരു ഘട്ടത്തിലും ഉയർന്നില്ല. എന്തേ? ബിജെപിയുടെ മനസ്സിൽ ചെറിയ നീരസം പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധം നിങ്ങൾക്കുണ്ടാകാൻ കാരണം ബിജെപിയുടെ മനസ്സ് കേരള വിരുദ്ധം. എന്തിനാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസിൻ്റെയും മനസ്സ് കേരള വിരുദ്ധമായി മാറുന്നത്? അതിൽ നിന്ന് വേറിട്ട് നിൽക്കണ്ടേ? കിഫ്ബിയെ പോലുള്ള സ്ഥാപനമായ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കടമെടുക്കാം. എന്നാൽ കിഫ്ബി കടമെടുക്കുന്നതിന് കേന്ദ്രം എതിർക്കുകയാണ്. കടമെടുക്കുന്ന വിഷയത്തിൽ സംസ്ഥാനത്തിന് ആവില്ല, കേന്ദ്രത്തിനാവുമെന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കിഫ്ബിയെ പോലുള്ള ഒരു ഏജൻസിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി. അവർ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന് നല്ലതുപോലെ കടമെടുക്കുന്നുണ്ട്. ആ കടം കേന്ദ്ര ഗവൺമെൻറ് പരിധിയിൽ വരുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് കടമായി കണക്കാക്കുന്നില്ല. അവർക്ക് ഇഷ്ടം പോലെ കടമെടുക്കുക, അത് കേന്ദ്ര ഗവൺമെൻറ് കടമായി കണക്കാക്കില്ല. അത് ഞങ്ങൾക്കാകാം, നിങ്ങൾക്ക് പറ്റില്ല. ഇതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ആറന്മുള, റാന്നി, കോന്നി, അടൂർ നവകേരള സദസ്സുകൾ ഇന്ന് പൂർത്തിയാക്കി. സദസ്സ് കൊല്ലം ജില്ലയിലേക്ക് നാളെ പ്രവേശിക്കും. കൈരളി ന്യൂസ്, പത്തനംതിട്ട.